ഓച്ചയ്ക്ക് വേദനിക്കൂടാ. അങ്ങനെ അത് പൊങ്ങുന്നോ? ഏത് അല്ല പ്രായമായില്ലേ? എടാ നിന്റെ അച്ഛൻ ഇവിടെ പണിക്കാൻ നേരത്ത് അങ്ങേർക്ക് 85 വയസ്സുണ്ടായിരുന്നു. അങ്ങേര് കിടപ്പിലായപ്പോ തന്ന വാക്കാ നിന്നെ ഇവിടെ പണിക്ക് നിർത്താന്ന്. ഓ പറച്ചിലേട്ടത്തൊന്നും മുഖ്യന്റെ പദവിയാണ്. എനിക്ക് ഇങ്ങനെ കന്യാസ്ത്രീയായിട്ട് ജീവിക്കാൻ. കന്യകൻ അത് തന്നെ. ആ നീ അച്ഛൻ്റെ അടുത്ത് പറയാൻ നിനക്ക് പെണ്ണോട്ടോന്ന്. അങ്ങനെ ഒരു അറ്റൻഷൻ തരണ്ടേ? ഒരു പാട്ടും പാടി അങ്ങ് ചെന്ന് നോക്ക്. എൻ്റെ അപ്പക്കൊരു മരുമോൾ വേണം, എൻ്റെ ഉമ്മക്കൊരു മോള് വേണം, എനിക്കൊരു വൈഫിനെ വേണം, തരുമോ ആരേലും. എന്തർത്ഥവത്തായ വരികളല്ലേ? ഇപ്പൊ പറഞ്ഞത് ഇനി പറയല്ലേ, ഇനി മേലെ പറയല്ലേ. നിന്റെ ചോര കൊണ്ട് ഞാൻ ഇവിടെ നടനമാടുവേ. ബ്രില്യന്റ്. കാര്യമേ കൈമ കെട്ടിയ പീഞ്ഞെടുക്കും മിൽക്ക് സർബത്ത്, പിന്നെ ബാക്കി വന്ന ചണ്ടി പോലെ ഇല്ല ബർക്കത്ത്. അല്ല കാര്യസ്ഥ ആ ചെത്തിയെടുത്ത് തന്നെ ഒന്നുകൂടെ ചെത്ത്. എന്തിനാ മോനെ കിണറൂട്ടാൻ? 23 വയസ്സായവന്റെ ജെട്ടി ഞാനല്ലേ ഇന്നലെ കഴിവിട്ട്. ഇനി നീ കല്യാണം കഴിച്ച് അവളുടെ അടിപ്പാവടയും കൂടെ ഞാൻ കഴിവണോ? അങ്ങുന്നേ എന്ത് നീ കഴിവോ? അതല്ല, കുഞ്ഞിനെ അങ്ങനെ പറയാതെ, അതിന് വിഷമമാവും. അതാടാ പറഞ്ഞ നിനക്ക് പക്വതയായിട്ടില്ല. ആയി ഇന്നലെ തന്നെ കടയിൽ പോയി സാധനം മേടിച്ചിട്ട് ബാക്കി പൈസക്ക് മുട്ടായി വാങ്ങാൻ ഞാൻ തിരിച്ചു കൊണ്ട് തന്നില്ലേ. അതാണാ പക്വത എന്നും പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പൊ കാർട്ടൂൺ കാണത്തില്ലല്ലോ. അച്ഛന്റെ പൊന്നാര വൈകിട്ട് അച്ഛൻ ബീച്ചിൽ കൊണ്ടുപോവേ, കടലയും വാങ്ങിത്തരാം. ചെല്ല്. പഞ്ചും പത്തും പറഞ്ഞ പോരണ വാടക പുള്ളർ പറയണ നോക്കണ കൊരവളി പറിച്ചിട്ട് നായ്ക്കൾക്ക് തിന്നാനിട്ട പുണ്യം കിട്ടും. ഉണ്ടാക്കി പോവല്ലേ. മലപ്പുറം കത്തി മടക്കിച്ച് വെള്ളം വാങ്ങി അങ്ങ് വീട്ടേക്ക്